അൻവറിനെ കുടുക്കാനും അദ്ദേഹത്തിനെ അപായപ്പെടുത്താനും വലിയ രീതിയിൽ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് കൃത്യമായി കോൺഗ്രസ് MLA മാർ തുറന്നടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, മൂവാറ്റുപുഴ MLA ആയിട്ടുള്ള മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ പരസ്യമായി പത്രസമ്മേളനം നടത്തി അൻവർ പറയുന്ന നിലപാട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും UDF വരേണ്ടത് കേരളത്തിന് അനിവാര്യതയുള്ളൊരു കാര്യമാണ്. കേരളത്തിൻ്റെ പൊതു ആവശ്യമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു, പൊതുവികാരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് അൻവർ തുറന്നടിച്ചിരിക്കുന്നത്. ഇതിനെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് കൃത്യമായി മാത്യു കുഴൽനാടൻ പറഞ്ഞിരിക്കുന്നത്. VT ബൽറാമും ഇത്തരം കാര്യം തന്നെയാണ് കൃത്യമായി പരാമർശിച്ചത്. മാത്രമല്ല, അൻവർ പറയുന്ന വാക്കുകൾ സത്യസന്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വനം വകുപ്പ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഗുണ്ടകളെപ്പോലെ മാത്രമല്ല, അവരുടെ പ്രവർത്തനം എന്നത് അങ്ങേയറ്റം മ്ലേച്ഛമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ചിലരുണ്ട് എന്നുള്ളത് അൻവർ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാട്ടുമ്പോൾ പിണറായി വിജയൻ വീണ്ടും വെട്ടിലാവുകയാണ്. വാസ്തവത്തിൽ ഒരു കാലത്ത് പിണറായി വിജയൻ്റെ വലിയ ഏജൻ്റായി നിന്നുകൊണ്ട് നിരവധിയായിട്ടുള്ള പൊതുശത്രുക്കളെ നേരിടാൻ കായികമായും അല്ലാതെയുമൊക്കെ അൻവർ ശ്രമിച്ചു എന്നുള്ള ആരോപണം ശക്തമായിരുന്നു. ഒടുവിൽ അൻവർ പിണറായി വിജയനുമായി അഭിപ്രായ വ്യത്യാസത്തിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹത്തിനെ കുടുക്കുന്നത്. അപ്പോഴാണ് അൻവർ ഇപ്പോൾ ലീഗുമായും കോൺഗ്രസുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങിയതും അവരുമായി സഹകരിക്കണം എന്ന രീതിയിലേക്ക്, ഒരു പൊതുധാരണയിലേക്ക്, ഒരു കോമൺ മിനിമം പ്ലാനിലേക്ക് ഇപ്പോൾ അദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തന്നെ ജയിലിൽ വെച്ച് തീർക്കാത്തത് ഭാഗ്യം. ഭക്ഷണം കൊടുത്തപ്പോൾ പോലും കഴിച്ചില്ല, കാരണം അതിൽ എന്തെങ്കിലും രീതിയിലുള്ള തന്നെ അപായപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുമോ എന്ന് സംശയിച്ചു പോയി എന്ന രീതിയിലൊക്കെ അൻവർ പറഞ്ഞിരുന്നു. മാത്രമല്ല, വലിയ രീതിയിലുള്ള ഉള്ളുകളികൾ ഇതിനകത്തുണ്ട്. അൻവറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇന്നും ഇന്നലെയും പുകയാൻ തുടങ്ങിയതല്ല. നാളുകളേറെയായി അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കെട്ടണയാതെ അത് ഇങ്ങനെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നിറസാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന വ്യക്തിയാണ് നിലമ്പൂർ MLA കൂടിയായിട്ടുള്ള ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെതായ സ്വാധീന ശക്തിയുള്ള മേഖലകൾ നിരവധിയുണ്ട്. തീർച്ചയായും അൻവറിൻ്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഔദ്യോഗികമായ നിലപാട് അറിയിക്കേണ്ടത് KPCC തന്നെയാണ്. അതായത് KPCC അധ്യക്ഷനായ K. സുധാകരൻ AICC നേതൃത്വവുമായി ചർച്ച നടത്തിയാണ് അൻവർ കോൺഗ്രസിലേക്ക് പ്രവേശിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത്. നമുക്കറിയാം, ആര്യാടൻ ഷൗക്കത്തിനെയാണ് നിലമ്പൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അൻവർ. അദ്ദേഹത്തിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, അൻവർ ഇടത് സ്വതന്ത്രനായി 2 തവണയായി വിജയിക്കുന്നുമുണ്ട്. എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി അൻവർ വരുമോ? കോൺഗ്രസിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ സാങ്കേതിക തടസ്സം എന്താണ്? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ അലട്ടുന്നുണ്ട്. എന്നാൽ കോൺഗ്രസിൻ്റെ മനസ്സിനോടൊപ്പം അവരാഗ്രഹിക്കുന്ന, അവരിച്ഛിക്കുന്ന രീതിയിലേക്ക് അൻവർ നിലപാടുകൾ ശക്തിപ്പെടുത്തുമ്പോൾ അവരതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് തന്നെ വാസ്തവത്തിൽ അൻവറിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. അൻവറിൻ്റെ പൊരുതൽ ഇപ്പോൾ ശരിയുടെ പക്ഷത്താണ് എന്നതിൽ പൂർണ്ണമായും സന്തോഷിക്കുന്നു എന്നാണ് മാത്യു കുഴൽനാടനും അതുപോലെ തന്നെ K. സുധാകരനും VT ബൽറാമും ഒക്കെ തുറന്നടിച്ചിരിക്കുന്നത്.